ഓം ശ്രീ ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ ഇന്നത്തെ രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചാംഗം എന്നത് പ്രപഞ്ചത്തിന്റെ താളത്തിനൊത്ത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരു വഴികാട്ടിയാണ്. ഗ്രഹങ്ങളുടെ ചലനങ്ങൾ വിശകലനം ചെയ്യുന്നതിന് മുൻപ് ഇന്നത്തെ ശുഭകരമായ പഞ്ചാംഗം നമുക്കൊന്ന് പരിശോധിക്കാം. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിന്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ജയ് ശ്രീറാം എന്നോ കമന്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് വെള്ളിയാഴ്ച 2026 ഓഗസ്റ്റ് 21. ഇന്ന് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ നവമി തിഥിയാണ്. നവമി തിഥി ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം ലഭിക്കാനും ഐശ്വര്യത്തിനും വളരെ ഉത്തമമാണ്. അനുരാധ നക്ഷത്രമാണ് ഇന്ന്. ഇത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ആത്മവിശ്വാസം നൽകുന്നു. രാവിലെ 4:26 വരെ ഇന്ദ്രയോഗമുണ്ട്. ഇത് വിജയത്തിന് സഹായിക്കുന്നു. ഇന്ന് സൂര്യോദയം രാവിലെ 6:05 സൂര്യാസ്തമയം വൈകുന്നേരം 6:55 രാവിലെ 10:54 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ രാഹുകാലമായതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:05 മുതൽ 12:55 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയ മേഡം, രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 21, 2026 വെള്ളിയാഴ്ച നിങ്ങൾക്ക് വളരെ ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമുള്ള ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്ന് 8-ാം ഭാവത്തിൽ വൃശ്ചികം രാശിയിലും അനുരാധ നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ശനി നിങ്ങളുടെ 12-ാം ഭാവത്തിൽ വളരെ ശക്തമായി നിലകൊള്ളുന്നു. ഈ ഗ്രഹനില കാരണം ഒരേ സമയം പല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്നത് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയും മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാം. വീട്ടിലെ പ്രശ്നങ്ങളോ ജോലിസ്ഥലത്തെ സമ്മർദ്ദമോ ആകാം ഇതിന് കാരണം. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ ചിന്തകളെ ഏകോപിപ്പിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക. ജോലിയുടെ തിരക്കിൽ കുടുംബത്തെയും കുടുംബത്തിന്റെ തിരക്കിൽ ജോലിയെയും അവഗണിക്കരുത്. രണ്ടും തമ്മിൽ ഒരു നല്ല സന്തുലിതാവസ്ഥ നിലനിർത്തുക. എല്ലാം ശരിയാകും. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലകളിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. അതിനാൽ ശാന്തമായ ഒരിടത്തിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. യുവാക്കൾക്ക് പ്രണയബന്ധങ്ങളിൽ ഇന്ന് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. പങ്കാളിയുടെ വാക്കുകൾ ക്ഷമയോടെ കേൾക്കുക. വീട്ടമ്മമാർക്ക് ഇന്ന് കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സമയം ചെലവഴിക്കേണ്ടി വരും. എങ്കിലും സ്വന്തം ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ നൽകുക. ജോലി ചെയ്യുന്നവർ ഇന്ന് മേലധികാരികളുമായി തർക്കിക്കുന്നത് ഒഴിവാക്കി ശാന്തമായി ജോലി പൂർത്തിയാക്കുക. ബിസിനസ്സുകാർ ഇന്ന് പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനേക്കാൾ പഴയ കാര്യങ്ങൾ വിലയിരുത്തുന്നതാണ് നല്ലത്. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുക. സാധിക്കുമെങ്കിൽ വൈകുന്നേരം അല്പസമയം പ്രകൃതിയുമായി ഇണങ്ങി സമയം ചെലവഴിക്കുക. ഇത് മനസ്സിന് വലിയ ശാന്തി നൽകും. ഇന്ന് വൈകുന്നേരം 4:30 മുതൽ 6 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. കറുത്ത നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും തടസ്സങ്ങൾ നീക്കാനും. ഇന്ന് അർഹരായവർക്ക് കറുത്ത എള്ള് ദാനം ചെയ്യുക. ഇന്നത്തെ നിങ്ങളുടെ ജ്യോതിഷ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ കൃത്യസമയത്ത് എടുക്കുന്ന തീരുമാനമാണോ കൂടുതൽ പ്രധാനമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമന്റിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കളെ. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു തുക സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 21. ചന്ദ്രൻ വൃശ്ചിക രാശിയിലും അനുരാധ നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കേണ്ട ഒരു ദിവസമാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരാനും അസ്വസ്ഥത അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ അഹംഭാവം മാറ്റിവെച്ച് മറ്റുള്ളവരുമായി സംസാരിക്കാൻ മുൻകൈയെടുക്കുക. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകളുമായി സമയം ചെലവഴിക്കുകയും ചെയ്യുക. ബിസിനസ് രംഗത്തുള്ളവർ ഇന്ന് നിയമപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. വലിയ തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ന് നല്ല ദിവസമല്ല. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അതിനാൽ കുറച്ചു സമയം ധ്യാനിക്കുന്നത് നല്ലതാണ്. പ്രണയബന്ധത്തിലുള്ളവർ ഇന്ന് സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. വീട്ടമ്മമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ മുഴുകുന്നത് മനസ്സിന് സമാധാനം നൽകും. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ദഹന പ്രശ്നങ്ങളോ സന്ധിവേദനയോ അവഗണിക്കരുത്. ഇന്ന് നീല നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 3 മണി മുതൽ 5 മണി വരെയുള്ള സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ അനുകൂലമാണ്. ഇന്ന് ആർക്കെങ്കിലും ദാഹജലം നൽകുന്നത് നിങ്ങൾക്ക് വലിയ പുണ്യം നൽകും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു പുസ്തകം ഏതാണ്? കമൻറ്റിൽ ഞങ്ങളെ അറിയിക്കുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി ചാനലിനെ പിന്തുണയ്ക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 21 നിങ്ങൾക്ക് ആത്മീയമായ ഉണർവ് ലഭിക്കുന്ന ദിവസമാണ്. ചന്ദ്രൻ വൃശ്ചിക രാശിയിൽ അനുരാധ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് ഇന്ന് വളരെ വലുതായിരിക്കും. നിങ്ങളുടെ കൈവശമുള്ള വിഭവങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം ഇന്ന് നിങ്ങൾ തിരിച്ചറിയും. ചൊവ്വയും ബുധനും നിങ്ങളുടെ രാശിയിൽ അനുകൂലമായതിനാൽ ബിസിനസ്സിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി മാനിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് നിയമപരമായ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഉചിതം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. വീട്ടമ്മമാർക്ക് കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ അവസരം ലഭിക്കും. ഇന്ന് ഒരു പുണ്യകർമ്മമായി അർഹരായവർക്ക് സഹായം നൽകുക. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം മഞ്ഞയാണ്. സുഹൃത്തുക്കളെ, നിസ്വാർത്ഥമായ ഒരു സഹായം മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആത്മസംതൃപ്തിയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയ കർക്കടകം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 21 നിങ്ങൾക്ക് ആത്മപരിശോധനയുടെ ദിവസമാണ്. ചന്ദ്രൻ വൃശ്ചികം രാശിയിൽ അനുരാധ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും കടമകളും തമ്മിലുള്ള സംഘർഷം ഇന്ന് അനുഭവപ്പെടാം. ഈ സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് തിരിച്ചറിയുക. ഏതൊരു കാര്യത്തിലും എടുത്തുചാടി തീരുമാനമെടുക്കാതെ ഗുണദോഷങ്ങൾ ചിന്തിക്കുക. വിവിധ മേഖലകളിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഴയ സുഹൃത്തുക്കളെ കാണുന്നത് വലിയ ഗുണം ചെയ്യും. പഠനത്തിൽ ശ്രദ്ധിക്കാൻ അല്പം ഏകാന്തത ആവശ്യമാണ്. യുവജനങ്ങൾ പ്രണയബന്ധങ്ങളിൽ വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബിസിനസ്സുകാർ ഇന്ന് നിയമപരമായ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. വലിയ തീരുമാനങ്ങൾ ഇന്ന് മാറ്റിവെക്കുന്നതാണ് നല്ലത്. ഗൃഹിണിമാർ കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. മുതിർന്നവർ ആരോഗ്യസ്ഥിതിയിൽ ജാഗ്രത പാലിക്കുക. ഇന്ന് കടും നീല നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ഇന്നത്തെ പുണ്യകർമ്മമായി ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുക. എൻ്റെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഏതാണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, QR കോഡ് വഴി പിന്തുണയ്ക്കുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 21 നിങ്ങൾക്ക് അല്പം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ്. ചന്ദ്രൻ വൃശ്ചിക രാശിയിൽ നിൽക്കുന്നതിനാൽ അനാവശ്യമായ ചിന്തകൾ നിങ്ങളെ അലട്ടിയേക്കാം. ഇന്ന് നിങ്ങൾക്ക് അല്പം അരക്ഷിതാവസ്ഥ തോന്നിയേക്കാം.
എന്നാൽ ഇത് താൽക്കാലികം മാത്രമാണെന്ന് ഓർക്കുക. സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഒപ്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് ഉന്മേഷം നൽകും. ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സമയം കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കും. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം ക്രീമാണ്. രാവിലെ 8 മുതൽ 9 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഈ വർഷം രാഹുവിൻ്റെ സ്വാധീനം ശക്തമായതിനാൽ സംരക്ഷണത്തിനായി ഒരു കവചം ധരിക്കുന്നത് നല്ലതാണ്. ഇന്ന് ഒരു പുസ്തകം വായിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. വിവിധ മേഖലകളിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ ദിവസമാണ്. യുവജനങ്ങൾ ഇന്ന് തർക്കങ്ങളിൽ ഏർപ്പെടാതെ ശാന്തത പാലിക്കുക. ബിസിനസ്സുകാർ ഇന്ന് വലിയ സാമ്പത്തിക ഇടപാടുകൾ. ഗൃഹിണിമാർക്ക് ഇന്ന് കുടുംബത്തോടൊപ്പം സന്തോഷകരമായ സമയം ലഭിക്കും. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇന്നത്തെ പുണ്യകർമ്മം. ഇന്ന് ഒരു പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക. ഇന്നത്തെ ജ്യോതിഷ ചോദ്യം. ജീവിതത്തിൽ വിജയിക്കാൻ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾ കരുതുന്നു? കമൻ്റ് ചെയ്യുക സുഹൃത്തുക്കളെ. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കന്നി രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 21 വെള്ളി നിങ്ങൾക്ക് വളരെ സന്തോഷകരവും ഉന്മേഷദായകവുമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 3-ാം ഭാവത്തിൽ, അതായത് വൃശ്ചിക രാശിയിൽ അനുരാധ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് നിങ്ങളുടെ മനസ്സിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനും സാഹസികതയ്ക്കുമുള്ള ആഗ്രഹമുണർത്തും. തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് അല്പം മാറി ഇന്ന് നിങ്ങൾക്ക് ഉന്മേഷം കണ്ടെത്താം. ഈ അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ നല്ലതാണ്. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തേക്കാൾ ഉപരി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ ദിവസമാണ്. പുതിയൊരു ഹോബി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അതിന് ഏറ്റവും അനുയോജ്യമാണ്. യുവജനങ്ങൾക്കും ജോലി ചെയ്യുന്നവർക്കും ഇന്ന് ജോലിഭാരത്തിൽ നിന്ന് അല്പം ആശ്വാസം ലഭിക്കും. ബിസിനസ്സിൽ എന്തെങ്കിലും പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അത് ചെയ്യാം. എന്നാൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. ഗൃഹിണിമാർക്ക് ഇന്ന് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റിയ ദിവസമാണ്. പ്രിയപ്പെട്ടവരോടൊപ്പം പുറത്തുപോകാനോ ചെറിയൊരു യാത്ര പോകാനോ ഇന്ന് പ്ലാൻ ചെയ്യാം. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ശനിയുടെ സ്വാധീനം കാരണം ജോലിയിൽ ചെറിയ തടസ്സങ്ങൾ വരാം. അതിനാൽ ക്ഷമയും അച്ചടക്കവും പാലിക്കുക. ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാം. ഇന്ന് ഇളം ഓറഞ്ച് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഇന്ന് ആരും അറിയാതെ ആർക്കെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ മാനസിക സമാധാനം നൽകും. ഇന്നത്തെ ജ്യോതിഷ ചോദ്യം. ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ ശരിയായ സമയത്ത് എടുക്കുന്ന തീരുമാനമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങളുടെ ടീം കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു തുക സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് 21 ഓഗസ്റ്റ് 2026 വെള്ളിയാഴ്ച. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 2-ാം ഭാവത്തിൽ വൃശ്ചികം രാശിയിലും അനുരാധ നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു. സന്തുലിതാവസ്ഥയും നീതിബോധവും നിറഞ്ഞ ഒരു ദിവസമായിരിക്കും ഇന്ന് നിങ്ങൾക്ക്. പുതിയൊരു തുടക്കത്തിനായുള്ള ആഗ്രഹം ഇന്ന് നിങ്ങളിൽ ശക്തമായിരിക്കും. പണ്ടെന്നോ ഉപേക്ഷിച്ച ഒരു ഹോബി അല്ലെങ്കിൽ താൽപ്പര്യം വീണ്ടും തുടങ്ങാൻ ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുവന്ന് ആരും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഇന്ന് ചെയ്തു നോക്കൂ. ചിരി ഒരു വലിയ മരുന്നാണ്. അതിനാൽ ഇന്ന് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിക്കുക. ബിസിനസ് രംഗത്തുള്ളവർ നിയമപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുക. ശനിയുടെ തീവ്രമായ ഊർജത്തെ നേരിടാൻ ദിവസവും വ്യായാമം ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. വിവിധ മേഖലകളിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ പറ്റിയ ദിവസമാണ്.
പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ആഗ്രഹം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് തുറന്ന സംസാരത്തിന്റെ ദിവസമാണ്. പങ്കാളിയുമായുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ ഇത് സഹായിക്കും. ഗൃഹിണിമാർക്ക് ഇന്ന് വീടിന്റെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും കുടുംബാംഗങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാനും നല്ല ദിവസമാണ്. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് കഠിനാധ്വാനത്തിന്റെ ദിവസമാണ്. വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിച്ച് മാത്രം ചെയ്യുക. മുതിർന്ന പൗരന്മാർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ലഘുവായ വ്യായാമങ്ങളും നടത്തവും നിങ്ങളെ ഉന്മേഷത്തോടെ നിലനിർത്തും. ഇന്നത്തെ പുണ്യകർമ്മം: ഇന്ന് ഏതെങ്കിലും അർഹരായവർക്ക് വെളുത്ത നിറത്തിലുള്ള മധുരപലഹാരങ്ങളോ പഞ്ചസാരയോ ദാനം ചെയ്യുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് ഊർജത്തെ അകറ്റും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന എന്നാൽ ഇതുവരെ ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യമേതാണ്? കമന്റിൽ ഞങ്ങളെ അറിയിക്കുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കാൻ അഭ്യർത്ഥിക്കുന്നു. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 21 നിങ്ങളുടെ വാക്കുകളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ അനുരാധ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വികാരങ്ങൾ അല്പം കൂടുതലായിരിക്കും. ബുദ്ധിമാന്മാർ സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കുന്നു, എന്നാൽ വിഡ്ഢികൾ സംസാരിച്ച ശേഷം ചിന്തിക്കുന്നു എന്ന തത്വം ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ പകർത്തണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സംസാരിക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുക. ഇത് പിന്നീട് ഉണ്ടാകാവുന്ന വലിയ നാണക്കേടുകളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും. രാവിലെ 10 മണി മുതൽ 11:15 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. പിങ്ക് നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ബിസിനസ്: നിങ്ങളുടെ രാശിയിൽ ബിസിനസ് രംഗത്തുള്ളവർ തർക്കങ്ങളിൽ ഏർപ്പെടരുത്. നിയമപരമായ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ പറ്റിയ ദിവസമാണ്. ജോലിസ്ഥലത്ത് മേലധികാരികളോട് മാന്യമായി പെരുമാറുക. വീട്ടമ്മമാർ കുടുംബത്തിലെ അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ശാന്തമായ സംഗീതം കേട്ട് മനഃശാന്തമാക്കുകയും ചെയ്യുക. ഇന്ന് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുന്നത് വലിയ പുണ്യമായി കരുതുക. സുഹൃത്തുക്കളെ, ഒരു ചോദ്യം: ജീവിതത്തിൽ മൗനം പാലിക്കുന്നത് സംസാരിക്കുന്നതിനേക്കാൾ വലിയ ശക്തിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ചിന്തകൾ പങ്കുവെക്കുക. പ്രിയ ധനുരാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 21 നിങ്ങൾക്ക് ക്ഷമയുടെ പരീക്ഷണമുള്ള ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 12-ാം ഭാവത്തിൽ വൃശ്ചികം രാശിയിൽ അനുരാധ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ രാശിനാഥനായ വ്യാഴം കർക്കടകം രാശിയിൽ ഉച്ചസ്ഥിതിയിലാണെങ്കിലും ചന്ദ്രൻ്റെ ഈ സ്ഥാനം നിങ്ങളെ വൈകാരികമായി അല്പം അസ്വസ്ഥനാക്കിയേക്കാം. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളിൽ ഇന്ന് ഇടപെടരുത്. ആരോടും അമിതമായി അടുപ്പം കാണിക്കാനോ തർക്കങ്ങളിൽ ഏർപ്പെടാനോ ശ്രമിക്കരുത്, കാരണം ഇത് കാര്യങ്ങൾ വഷളാക്കിയേക്കാം. ജോലികളുടെ കാര്യത്തിൽ ഇന്ന് കാര്യങ്ങൾ പൂർത്തിയാക്കാൻ അല്പം കഷ്ടപ്പെടേണ്ടി വരും, എങ്കിലും വിജയം ഉറപ്പാണ്. അതിനാൽ ക്ഷമയോടെ ഇരിക്കുക. മറ്റുള്ളവരെ വിമർശിക്കുന്നതിന് പകരം നിശബ്ദമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. വിവിധ പ്രായത്തിലുള്ളവർക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തേക്കാൾ ഉപരി ആത്മപരിശോധനയ്ക്ക് നല്ല ദിവസമാണ്. പഴയ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. യുവജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ഓഫീസിലെ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട ദിവസമാണ്. തർക്കങ്ങളിൽ ഏർപ്പെടാതെ സ്വന്തം ജോലിയിൽ ശ്രദ്ധിക്കുക. ബിസിനസ്സുകാർ ഇന്ന് വലിയ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. പുതിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കി നിലവിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഗൃഹിണിമാർ കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ സംയമനം പാലിക്കുക. ആരുടെയും വാക്കുകൾ മനസ്സിലേക്ക് എടുത്ത് വിഷമിക്കരുത്. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. തർക്കങ്ങൾ ഒഴിവാക്കി അല്പസമയം ധ്യാനത്തിൽ മുഴുകുക. ഇന്ന് ഏതെങ്കിലും അർഹരായവർക്ക് വെള്ളമോ പഴങ്ങളോ നൽകി സഹായിക്കുക. നന്ദിയുള്ളവരായിരിക്കാൻ ശ്രമിക്കുക. താര സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് നിങ്ങൾക്ക് ക്ഷമയുടെ ദിവസമാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ?
ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ ശരിയായ സമയമാണോ കൂടുതൽ പ്രധാനമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമന്റിൽ അറിയിക്കുക. സുഹൃത്തുക്കളെ, ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 21, 2026 വെള്ളിയാഴ്ച നിങ്ങൾക്ക് ആത്മപരിശോധനയുടെ ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്ന് 11ാം ഭാവമായ വൃശ്ചിക രാശിയിലും അനുരാധ നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇന്നത്തെ ദിവസം ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെ മാനസികമായി അലട്ടിയേക്കാം. എന്നാൽ ഇതിൽ ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുക. നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ഇന്നത്തെ വിജയം. ജോലിസ്ഥലത്തോ വീട്ടിലോ തർക്കങ്ങളിൽ ഏർപ്പെടാതെ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. വിവിധ മേഖലകളിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഏകാഗ്രത കുറയാൻ സാധ്യതയുണ്ട്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ധ്യാനം ശീലിക്കുക. യുവജനങ്ങൾക്കും ജോലി ചെയ്യുന്നവർക്കും ഇന്ന് ക്ഷമയുടെ ദിവസമാണ്. സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഒഴിവാക്കുക. ബിസിനസ്സുകാർ ഇന്ന് വലിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുക. ഏത് കാര്യവും ആലോചിച്ച് മാത്രം ചെയ്യുക. ഗൃഹിണിമാർ ഇന്ന് വീട്ടിലെ അന്തരീക്ഷം ശാന്തമായി നിലനിർത്താൻ ശ്രമിക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വൈകുന്നേരം അല്പനേരം നടക്കുന്നത് നല്ലതാണ്. ഇന്ന് പച്ച നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 4 മുതൽ 6 വരെയുള്ള സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഉത്തമമാണ്. ഇന്ന് ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങൾക്ക് വലിയ പുണ്യം നൽകും. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ ശരിയായ സമയത്തുള്ള തീരുമാനമാണോ കൂടുതൽ പ്രധാനം? കമന്റിൽ രേഖപ്പെടുത്തുക. താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നു. ഞങ്ങളുടെ ഈ സേവനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് 2026 ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച. ചന്ദ്രൻ ഇന്ന് വൃശ്ചിക രാശിയിൽ അനുരാധ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ രാശിനാഥനായ ശനിയുടെ സ്ഥാനം സൂചിപ്പിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുകിട്ടുമെന്നാണ്. നിങ്ങളുടെ ആശയങ്ങൾ വളരെ വ്യക്തമായി അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് നിങ്ങളുടെ പദ്ധതികൾക്ക് കരുത്ത് പകരും. ജോലിയും കുടുംബജീവിതവും തമ്മിൽ മികച്ച സന്തുലിതാവസ്ഥ നിലനിർത്താൻ നിങ്ങൾക്ക് ഇന്ന് കഴിയും. പുതിയൊരു വ്യക്തിയുടെ കടന്നുവരവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉന്മേഷം പകരും. ബിസിനസ്സിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിയമപരമായ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കും. ഗൃഹിണിമാർക്ക് ഇന്ന് കുടുംബത്തോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കാം. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ഇന്ന് മിഡ്നൈറ്റ് ബ്ലൂ നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. ഇന്ന് കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് വലിയൊരു പുണ്യമായി കരുതുക സുഹൃത്ത്. ഇന്നത്തെ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവന്ന ഒരു സംഭവം ഏതാണ്? കമന്റിൽ പങ്കുവയ്ക്കുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. അതിനാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, QR കോഡ് വഴി പിന്തുണയ്ക്കുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 21 നിങ്ങൾക്ക് ആത്മപരിശോധനയ്ക്കും സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കാനും പറ്റിയ ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് അനുരാധ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് നിങ്ങളുടെ ഉൾക്കാഴ്ചയും സംവേദനക്ഷമതയും വർദ്ധിപ്പിക്കും. ഇന്ന് നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷം അല്പം പിരിമുറുക്കമുള്ളതായിരിക്കാം. മീനം രാശിക്കാർ സ്വഭാവത്താൽ വളരെ വികാരാധീനരാണ്. അതിനാൽ വീട്ടിലെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും നിങ്ങളെ പെട്ടെന്ന് വേദനിപ്പിച്ചേക്കാം. എന്നാൽ ഓർക്കുക, ഓരോ വ്യക്തിക്കും അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. അത് മനസ്സിലാക്കുക എന്നതാണ് ഇന്നത്തെ ആവശ്യം. വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശാന്തമായിരിക്കുകയും
പരസ്പരം കുറച്ച് സമയം നൽകുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മാർഗം. ഇന്ന് ഒരു തർക്കത്തിലും ഏർപ്പെടരുത്, കാരണം അത് നിങ്ങളുടെ മാനസിക സമാധാനം തകർക്കും. ഇന്ന് പുതിയ ബിസിനസ് കരാറുകളിൽ ഒപ്പിടുകയോ നിയമപരമായ കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. ക്ഷമ പാലിക്കുക. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ പറ്റിയ ദിവസമാണ്. അനുരാധ നക്ഷത്രത്തിൻ്റെ സ്വാധീനം നിങ്ങളെ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. അതിനാൽ പ്രയാസകരമായ വിഷയങ്ങൾ പഠിക്കാൻ ഇന്ന് നല്ലതാണ്. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് അല്പം സംയമനം പാലിക്കേണ്ട ദിവസമാണ്. പങ്കാളിയുമായി തർക്കിക്കുന്നതിന് പകരം അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഗൃഹിണിമാർക്ക് കുടുംബാംഗങ്ങളുമായി പോകാൻ പറ്റിയ ദിവസമാണ്. വീട്ടുജോലികളിൽ മുഴുകി മനസ്സിനെ ശാന്തമായി നിലനിർത്തുക. ഉദ്യോഗസ്ഥർക്കും ബിസിനസ്സുകാർക്കും ഇന്ന് ജാഗ്രത പുലർത്തേണ്ട ദിവസമാണ്. ഇന്ന് വലിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുക. ജോലിസ്ഥലത്ത് ആരുമായും തർക്കിക്കരുത്. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ശനിയുടെ സ്വാധീനം നിങ്ങളുടെ രാശിയിലുള്ളതിനാൽ സന്ധിവേദനയോ ക്ഷീണമോ അനുഭവപ്പെടാം. ഇന്ന് ഒരു പുണ്യകർമ്മമായി വീട്ടിൽ സ്വന്തം കൈകൊണ്ട് പോഷകസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കഴിക്കുക. ഇത് വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെ അകറ്റും. അനുരാധ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇന്ന് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാനസിക സമാധാനം നൽകുന്ന കാര്യം എന്താണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കളെ. ഈ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്.